ഒരു കാലത്ത് കളിമൺ ഓട് വ്യവസായത്തിനു പേരുകേട്ട തൃശൂർ ജില്ലയിലെ അമ്പഴക്കാട് എന്ന ഗ്രാമം ഇന്നറിയപ്പെടുന്നത് മികച്ച ക്വാളിറ്റിയുള്ള കറി പൗഡറുകളുടെ കയറ്റുമതിയുടെ പേരിലാണ്. 2003 എലുവത്തിങ്കൽ ഔസേപ്പ് ജോർജ്, ദേവസി എന്നിവർ ചേർന്നാരംഭിച്ച ഡിറ്റക്സ് എക്സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ് അമ്പഴക്കാട് എന്ന ഗ്രാമത്തെ ലോകപ്രശസ്തമാക്കിയത്. സുഗന്ധവ്യഞ്ജന കയറ്റുമതിയിലൂടെ ആരംഭിച്ച സ്ഥാപനത്തിനിന്ന് മമ്മാസ്, ഹോംലാൻഡ് ഫുഡ്സ് എന്ന പേരിൽ 2 ബ്രാൻഡുകൾ സ്വന്തമായുണ്ട്. മമ്മാസ് വിദേശ വിപണിയെ ലക്ഷ്യമാക്കിയും ഹോംലാൻഡ് ഫുഡ്സ് പ്രാദേശിക വിപണിയെ ലക്ഷ്യമാക്കിയും സൃഷ്ടിച്ചെടുത്ത ബ്രാൻഡുകളാണ്. 2011 മുതൽ മാനേജിംഗ് ഡയറക്ടറായി സ്ഥാപനത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത ഷിജു ജോർജിന്റെ മികച്ച സംഘാടന മികവും ദീർഘവീക്ഷണവുമാണ് സ്ഥാപനത്തെ ഇന്ന് കാണുന്ന നിലയിലേക്ക് ഉയർത്തിയത്. 13 വർഷത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞ് ഞാൻ നാട്ടിലെത്തിയപ്പോഴാണ് ഈ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് ഞാൻ ചാർജ് എടുത്തത്. അതിനുശേഷം നമ്മൾ ഒരുപാട് എക്സ്പോർട്ട് ഓർഡറുകൾ നമ്മൾ ചെയ്തു. എന്തായാലും കമ്പനിയുടെ എക്സ്പാൻഷന് വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ മേഖലയിലേക്കാണ് ഞാൻ വന്നത്. പ്രൈവറ്റ് ലേബലിംഗ് എന്നൊരു മേഖലയിലേക്ക് കിടക്കാനാണ് കമ്പനി എന്നോട് ആവശ്യപ്പെട്ടത്. ഗ്രാമീണ മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന സാമൂഹ്യ പ്രതിബദ്ധതയോടൊപ്പം വൈവിധ്യവൽക്കരണവും ലക്ഷ്യമിട്ട് കമ്പനി പ്രൈവറ്റ് ലേബലിംഗ് എന്ന മേഖലയിൽ ഇന്ന് ശക്തമായ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട്. മറ്റുള്ള കമ്പനികൾക്ക് വേണ്ടി അവരുടെ ബ്രാൻഡിൽ പ്രൊഡക്റ്റുകൾ നിർമ്മിച്ചു നൽകുന്ന രീതിയെയാണ് പ്രൈവറ്റ് ലേബലിംഗ് അല്ലെങ്കിൽ വൈറ്റ് ലേബലിംഗ് എന്ന് വിളിക്കുന്നത്. ഇന്ന് ഏകദേശം 10ഓളം ബ്രാൻഡുകൾക്ക് വേണ്ടി ഉൽപാദനം മുതൽ പാക്കിംഗ് വരെ കമ്പനി ചെയ്തു നൽകുന്നുണ്ട്. വിട്ടുവീഴ്ചയില്ലാത്ത ക്വാളിറ്റി പോളിസിയാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും ക്ലയന്റുകളെ ഡിറ്റക്സ് എക്സ്പോർട്ടിലേക്ക് എത്തിച്ചത്. കമ്പനിയുടെ ഉൽപാദന സേവന മേഖലകളുടെ നവീകരണത്തിനായി ഇൻവെസ്റ്റ്മെന്റ്സ് ആവശ്യം വന്നപ്പോൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ നൂലാമാലകളൊന്നും കൂടാതെ 1.5 കോടി രൂപയുടെ ലോൺ അനുവദിച്ച് നൽകിയത് കൊടകര കാനറ ബാങ്ക് ശാഖയാണ്. കാനറ ബാങ്ക് തൃശൂർ റീജിയണൽ ഓഫീസാണ് നടപടിക്രമങ്ങളെല്ലാം വേഗത്തിലാക്കി കൃത്യസമയത്ത് ഫണ്ട് ലഭ്യമാക്കിയത്. കമ്പനിയുടെ ഉൽപാദനശേഷി ഉയർത്തുന്നതിന്റെ ഭാഗമായി മിസിസ് ജസ്ന ഷിജുവിന്റെ നേതൃത്വത്തിൽ എസ്.ജെ. ഫ്ലോർലാൻഡ് എന്ന സ്ഥാപനം 2022 ആരംഭിച്ചു. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന കേന്ദ്ര ഗവൺമെന്റ് പ്രോഗ്രാമിന്റെ സഹായത്തോടു കൂടിയാണ് ജസ്ന ഷിജു ഈ സ്ഥാപനത്തിന് തുടക്കമിട്ടത്. കാർഷിക അടിസ്ഥാന സൗകര്യ മേഖലയിൽ കൂടുതൽ നിക്ഷേപം ലഭ്യമാക്കി കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി രൂപീകരിച്ച വായ്പാ ധനസഹായ പദ്ധതിയാണ് കാർഷിക അടിസ്ഥാന സൗകര്യ വികസന നിധി അഥവാ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് AIF. ഈ പദ്ധതി പ്രകാരം ശീതീകരണ സംഭരണികൾ, സംഭരണ കേന്ദ്രങ്ങൾ, സംസ്കരണ യൂണിറ്റുകൾ തുടങ്ങിയ സാമൂഹിക അടിസ്ഥാനത്തിലുള്ള കാർഷിക ആസ്തികളും വിളവെടുപ്പാനന്തര അടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മിക്കുവാൻ കഴിയും. കൂടാതെ വിളവെടുപ്പിനു ശേഷമുള്ള വിളകളുടെ നഷ്ടം പരമാവധി കുറയ്ക്കാനും ഈ പദ്ധതി സഹായകരമാണ്. സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് കർഷക സംഘടനകൾ, SHG, JLG, സ്റ്റാർട്ടപ്പുകൾ, സഹകരണ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് 2 കോടി രൂപ വരെ 3% പലിശയളവും ക്രെഡിറ്റ് ഗ്യാരണ്ടിയോട് കൂടിയുള്ള വായ്പാ സൗകര്യവും നൽകുന്നു. 2 വർഷത്തെ മൊറട്ടോറിയം ഉൾപ്പെടെ 7 വർഷത്തെ തിരിച്ചടവ് കാലാവധി ലഭ്യമാക്കുന്നു. എസ്.ജെ. ഫ്ലോർലാൻഡ്സിന് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ സ്കീമിൽ ഉൾപ്പെടുത്തി കറി പൗഡർ നിർമ്മാണം, പാക്കിംഗ് എന്നീ മേഖലകളുടെ വികസന പ്രവർത്തനങ്ങൾക്കായി 75 ലക്ഷം രൂപ വായ്പ ലഭ്യമാക്കിയത് കൊടകര കാനറ ബാങ്ക് ബ്രാഞ്ചാണ്. അതിവേഗം വായ്പ ലഭിച്ചതിനാൽ 1 വർഷം കൊണ്ട് എസ്.ജെ. ഫ്ലോർലാൻഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാനും സാധിച്ചു. 2024-25 വർഷത്തേക്ക് ഇതിന്റെ കപ്പാസിറ്റി 5000 കിലോ ആയിരിക്കും. അത് വരുന്നതോടുകൂടി കൂടുതൽ കയറ്റുമതിക്കാരെ ഈ മേഖലയിലേക്ക് നമുക്ക് ആകർഷിക്കാൻ പറ്റുകയും കൂടുതൽ പ്രൈവറ്റ് ലേബലിംഗ് ബ്രാൻഡുകൾ നമുക്ക് ഈ കമ്പനിയിൽ നിന്ന് ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അതിനാൽ കാനറ ബാങ്ക് കൊടകര ബ്രാഞ്ചിനോടുള്ള എല്ലാവിധ നന്ദിയും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്.